സംബന്ധിച്ച് അതിൻ്റെ കോടതിയിലുള്ള ഒരു മാറ്റർ ആയതുകൊണ്ട് അതിലെല്ലാ വശങ്ങളും നോക്കി ഞങ്ങൾ പിന്നീട് പ്രതികരിക്കാം. അപ്പോൾ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അപ്പോൾ പ്രതികരിക്കാൻ കുഴപ്പമില്ല. പക്ഷെ കോടതിയിലുള്ള മാറ്ററൊക്കെ ആകുമ്പോൾ കൊടുത്താപ്പിള്ള എന്താണ്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് എന്നൊക്കെ നോക്കി ഞങ്ങൾ പിന്നെ അതുമാത്രമല്ല ബോർഡ് നോമിനേഷൻ ചെയ്യുമ്പോഴാണല്ലോ ഇനി ആരൊക്കെ വേണമെന്ന് തീരുമാനിക്കേണ്ടത്. പുതിയ ബോർഡ് നോമിനേറ്റ് ചെയ്യുന്ന ഒരു ഘട്ടം വന്നാൽ അപ്പോൾ ആ ഘട്ടത്തിൽ അത് സംബന്ധിച്ച് ചർച്ച നടത്തി തീരുമാനിക്കും. ഈ ഘട്ടത്തിൽ അതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഞങ്ങൾ അഭിപ്രായം പറയേണ്ടത് ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ സമയമായില്ല. സമയമാകുമ്പോൾ ലീഗലായിട്ടുള്ള വശങ്ങൾ നോക്കി പറയും. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ. കുറേ ഒരു ഗവൺമെന്റ് പെർഫോമൻസ് പാർട്ടി അതിനെപ്പറ്റി ഒന്നും ചോദിക്കാനില്ല. ഒരു ചോദ്യം ചോദിച്ചു, അതിന് ഞാൻ മറുപടി പറഞ്ഞു. ഇനി അടുത്ത PMCയിൽ കഴിഞ്ഞ ഗവൺമെന്റ് വെച്ച ഒരു ട്രാപ്പാണ്. കഴിഞ്ഞ ഗവൺമെന്റ് അവർക്ക് പ്രതിപക്ഷം തന്നെ അസംബ്ലി പറഞ്ഞല്ലോ, ജനറൽ ഫണ്ട് കിട്ടാതെ ആയപ്പോൾ ഞങ്ങൾക്ക് ഒപ്പിടേണ്ടി വന്നു എന്ന് പ്രതിപക്ഷം പറഞ്ഞത് വോട്ട് റെക്കോർഡാണ്. പോയി നോക്കാം. അപ്പോൾ അതിൻ്റെ എന്ത് പ്രയാസം ഇന്ന് PMC സംബന്ധിച്ച് ഇന്ന് കേരളം നേരിടുന്നുണ്ടെങ്കിലും അതിന് ഉത്തരവാദി അവരാണ്. അവരുടെ വക്താക്കൾ തന്നെ ഒൺസൈഡറായിട്ട് പിന്മാറാൻ പറ്റാത്ത കരാറാണ് ഇതെന്നൊക്കെ ലേഖനം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞങ്ങളുടെ അന്തിമ നിലപാട് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അതിനൊരു കമ്മിറ്റിയെ വെച്ചിരിക്കുകയാണ്. ആ കമ്മിറ്റിയുടെ ശുപാർശ വരുമ്പോൾ ചിലപ്പോൾ ഇവിടുത്തെ എന്താ പറയുക, ഇവിടുത്തെ കരിക്കുലത്തിൽ ഇടപെടുക, അല്ലെങ്കിൽ സ്കൂൾ സെലക്ട് ചെയ്യുന്ന ഇടപെടുക, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ വന്നാൽ വളരെ ഗൗരവത്തോടുകൂടി ആ കാര്യം ഞങ്ങൾ അപ്പം നോക്കും. കമ്മിറ്റിയുടെ ശുപാർശ വരട്ടെ. വിശദമായിട്ട് ഞങ്ങളുടെ കമ്മിറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. അതിന് ശേഷം ഞങ്ങൾ അന്തിമ നിലപാട് പറയും. അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ അന്തിമ നിലപാട് കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഞങ്ങൾ പറയാം. ഈ കെടി മുഴുവൻ ഉണ്ടാക്കി വെച്ചത് കഴിഞ്ഞ ഗവൺമെൻറ്റാണ്. അവർ പോയി ഒപ്പിടേണ്ട സാഹചര്യം അവർ നിയമസഭയിൽ അടക്കം വിശദീകരിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് അവരുടെ വണ്ട് തടഞ്ഞപ്പോൾ ഒപ്പിടേണ്ടി വന്നതാണ്. ഓൺസൈഡായിട്ട് പിന്മാറാൻ കഴിയൂല എന്നൊക്കെ അവരാളുകൾ തന്നെ ലേഖനം എഴുതിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട്. 10 ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിയും കഴിഞ്ഞ ഗവൺമെൻറ്റാണ്. ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചില്ല. ഞങ്ങൾ കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. അത് കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം അന്തിമ തീരുമാനം നടപ്പാക്കാതിരിക്കാൻ സാധ്യതകളുണ്ടെന്ന് അവർ പറയുന്നത്. പരിശോധിക്കും. അതാണ് കമ്മിറ്റി വെച്ചത്.